നമസ്കാരം കൂട്ടുകാരെ. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു ബോംബെ ഹൽവ ആണ്. കേരളത്തിലെ ഹൽവയുടെ അതേ രുചിയും, പക്ഷേ 15 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇത് ഏകദേശം ഒരു 15 കഷ്ണങ്ങളോളം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഈ റെസിപ്പി ഹെൽപ്പ് ചെയ്യും. വെസ്റ്റേൺ നാടൻ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കോൺഫ്ലവറാണ്. ഇതുകൊണ്ട് ഈ വീഡിയോയിൽ കാണാൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഹൽവയാണ്. നല്ല രുചിയുണ്ട്. രുചിക്ക് യാതൊരു കോംപ്രമൈസുമില്ല. ആദ്യമായിട്ട് ചെയ്യുന്നത് ഒരു ട്രേ അല്ലെങ്കിൽ ഇതുപോലെയൊരു മോൾഡ് നന്നായിട്ടൊന്ന് ബട്ടർ തേച്ചെടുക്കാം. കാരണം ഹൽവ ഉണ്ടാക്കി ചൂടായ ആ മിശ്രിതം ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. അത് ഒട്ടും പറ്റിപ്പിടിക്കാതിരിക്കാനായിട്ടാണ് ഇതുപോലെ നല്ലതായിട്ടൊന്ന് ബട്ടർ ചേർത്തെടുക്കുന്നത്. അല്ലെങ്കിൽ ഒരു കേക്കിൻ്റെ ട്രേയോ എന്തെങ്കിലും ഉപയോഗിച്ചാൽ മതി. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് കാഷ്യൂ നട്ട് ഇതുപോലെ ക്രഷ് ചെയ്തൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. അടുത്തത് റെസിപ്പിയിലേക്ക് കിടക്കാം. ഇതിനായിട്ട് 1 കപ്പ് കോൺഫ്ലവറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ കോൺഫ്ലവറിലേക്ക് 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. 2 കപ്പ് വെള്ളം ചേർത്തതിന് ശേഷം ഇത് 5 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു ഫോർക്കോ ഇതുപോലെ ഒരു മിക്സറോ അല്ലെങ്കിൽ വേണമെങ്കിൽ ഇലക്ട്രിക് മിക്സറാണേലും ഉപയോഗിക്കാം. ഒട്ടും തന്നെ കട്ടകളില്ലാതെ ഇത് നല്ലതായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. അതുപോലെ നമ്മൾ ചീനിച്ചട്ടിയിൽ ഒഴിക്കുന്നതിന് മുമ്പായിട്ട് വീണ്ടും ഒന്ന് ഇളക്കിയിട്ടേ ഒഴിക്കാവുള്ളൂ. ഇനിയും 1 കപ്പ് കോൺഫ്ലവറിന് ഡബിൾ ക്വാണ്ടിറ്റി 2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് 2 കപ്പ് വെള്ളവും കൂടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഫ്രൈങ് പാനിലേക്കോ ഇതുപോലെ ഒരു പാത്രത്തിലേക്കോ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു നല്ലൊരു പാനി പരുവം വരണം, തിളയ്ക്കുന്ന പരുവം വരണം. നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇത് മുഴുവൻ അലിഞ്ഞ് നന്നായിട്ട് ബബിൾസ് നല്ലതായിട്ട് വരണം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നാരങ്ങ നീരും കൂടെ ഒഴിച്ചു കൊടുക്കാം. വീണ്ടും ഇളക്കിക്കൊണ്ടിരിക്കുക. നല്ല രുചിയായിട്ടുള്ള ഒരു ഹൽവയാണ്. പക്ഷെ നമുക്ക് പെട്ടെന്ന് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ടും പറ്റും. ഇവിടെ ഒരുമാതിരി ബബിൾസ് വന്നിട്ടുണ്ട്. വീണ്ടും ആ കോൺഫ്ലവറിൻ്റെ മിശ്രിതം ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് തിളച്ചു വരുമ്പോഴത്തേക്ക് തീ ഏറ്റവും കുറയ്ക്കുക. ലോവിലേക്കാക്കിയതിന് ശേഷം അടിക്ക് പിടിക്കരുത്, കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഫുഡ് കളറിങ് ഞാനൊരു 3 ഡ്രോപ്പ് റെഡ് ഫുഡ് കളറിങ് ആണ്. അതാണിവിടെ മഞ്ഞ പോലെ ഇരിക്കുന്നത്. പിന്നെ ടോട്ടൽ ഞാനിവിടെ 6 ടീസ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഓരോ ടീസ്പൂണോ 2 ടീസ്പൂണോ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെ നന്നായിട്ട് ഈ പാനയിൽ നിന്ന് ഫുള്ള് ഈ മിശ്രിതം വിട്ടു വരണം. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ക്രഷ് ചെയ്തിരിക്കുന്ന കാഷ്യൂസും കൂടെ ചേർക്കുന്നുണ്ട്. ഇതും കൂടെ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. ഇവിടെ ഓൾമോസ്റ്റ് നമ്മുടെ ഹൽവ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. 1-2 ടീസ്പൂണും കൂടെ ഗീ ഒഴിച്ചു കൊടുക്കുക. കംപ്ലീറ്റ് ഇപ്പോൾ ഇത് ഈ പാനയിൽ നിന്ന് വിട്ടു വരുന്നുണ്ട്. ഈ പാകം ആകുമ്പോഴത്തേക്ക് ഈ ചൂടോടെ തന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ട്രേയിലേക്ക് പെട്ടെന്ന് ഒഴിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ഇത് കട്ടയായിട്ട് പോകും. റൂം ടെമ്പറേച്ചറിൽ തന്നെ വെച്ചാൽ മതി, ഫ്രിഡ്ജിൽ വെക്കേണ്ട യാതൊരു കാര്യവുമില്ല. അതുപോലെ ഇത് ഈ ട്രേയിലേക്ക് ഒഴിച്ചതിന് ശേഷം ഒരു സ്പൂണും കൊണ്ട് അല്ലെങ്കിൽ സ്പാച്ചുല കൊണ്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്യുക. നല്ലതായിട്ട് ലെവൽ ചെയ്തതിന് ശേഷം വീണ്ടും ഒരു 30 മിനിറ്റോളം തണുക്കാനായിട്ട് വെക്കുക. കംപ്ലീറ്റ് തണുത്തതിന് ശേഷം ഇത് നമുക്ക് മറ്റേ സൈഡിലേക്ക് മറിച്ചിടാനായിട്ട് പറ്റും. ഇവിടെ നന്നായിട്ട് ലെവൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യുക. ഇപ്പോൾ സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനിയും ഇത് ഒരു നല്ല സ്ലൈസിങ് ബോർഡ് വെച്ച് അടച്ചതിന് ശേഷം
ഇതൊന്ന് ടേൺ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇതുപോലെ പയ്യെ ഇതിലേക്ക് ടേൺ ചെയ്താൽ മതി. ഇവിടെ നമ്മുടെ ഹൽവ റെഡിയായിട്ട് വന്നിട്ടുണ്ട്.